നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ദുരൂഹമാണ് മാഷറാനോ ഇന്റർ മയാമി വിട്ട രീതി. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പറയുന്നു, പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, ഞാൻ വിടുകയാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കോച്ചിങ് സ്റ്റാഫൊക്കെ ഒരുമിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. മെസ്സിയോട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇന്റർ മയാമിയുടെ മാനേജ്മെൻറ്റിനോട് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ റെസ്പെക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടുകളിലുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമം ചില കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. സംഗതി അത്ര സ്മൂത്തല്ല എന്നാണ് റിപ്പോർട്ട്. ഡി സ്പോർട്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് മഷറാനോ പോവാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ഗുയർമോ ഹോയോസ് ഇപ്പോൾ അവരുടെ കോച്ചായി. പക്ഷെ അതിനു മുമ്പ് അയാൾ മാനേജ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്നു. അങ്ങനെ മറ്റൊരു റോളിൽ അയാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ കൂടുതലായിട്ട് വർക്കിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഇടപെടുന്നതിന് എതിർപ്പുണ്ടായിരുന്നു മഷറാനോക്ക്. അതൊരു കാരണമായി. കൂടാതെ റോഡ്രിഗോ ഡി പോളിൻ്റെ വരവിൽ മഷറാനോക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അത് ഡി ബോളിനെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല. ഡി ബോൾ എന്ന കളിക്കാരനുമായിട്ട് മഷറാനോക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ മറ്റ് പൊസിഷനുകളിലേക്ക് താരങ്ങളെ കൊണ്ടുവരണമായിരുന്നു. ടീമിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമുള്ള മറ്റ് പൊസിഷനുകളുണ്ട്. ഡി ബോൾ കളിക്കുന്ന പൊസിഷനിൽ അല്ല വേണ്ടിയിരുന്നത്. മറ്റ് പൊസിഷനുകളിലേക്ക് മികച്ച താരത്തെ കൊണ്ടുവരണമായിരുന്നു എന്നതാണ് മഷറാനോയുടെ സ്റ്റാൻഡ്. കഴിഞ്ഞില്ല. സുവാരസിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ, അതിനെതിരെയായിരുന്നു മഷറാനോ ഡ്യൂ ടു ഫിസിക്കൽ ഇഷ്യൂസ്. സുവാരസിന് ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടിലായിരുന്നു മഷറാനോ ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ഡി സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ മഷറാനോക്ക് മറ്റൊരു വിഷയം കൂടി ഉണ്ടായിരുന്നു. 2026 ട്രാൻസ്ഫർ വിൻഡോ, ഈ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്തിയ നീക്കങ്ങളിൽ അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആണ്. അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു താരത്തെയും കൊണ്ടുവരാൻ ക്ലബിന് കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒടുവിൽ അദ്ദേഹം ടീമിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുന്നത് എന്നാണ് ഡി സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. സംഗതി എന്തായാലും പേഴ്സണൽ ഇഷ്യൂസ് എന്നേ ഒഫീഷ്യലി പുറത്തേക്ക് വരികയുള്ളൂ. ഇതാണ് വസ്തുത എന്നുള്ള വാർത്തകൾ ഇപ്പോൾ എന്തായാലും പ്രചരിക്കുന്നുണ്ട്. മഷറാനോ നമുക്കറിയാം, മറ്റെവിടെയും ഒരു സീനിയർ ടീമിൻ്റെ കോച്ചായിട്ടുള്ള ആളൊന്നുമല്ല. അർജൻറ്റീനയുടെ ജൂനിയർ ടീമിനൊക്കെ അദ്ദേഹം പരിശീലിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ മെസ്സിയോടുള്ള അടുപ്പവും മറ്റുമൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം കോച്ചായിട്ട് വന്നതാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.